ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീലുകൾ. 5 വർഷത്തിലേറെയായി പ്രതികൾ കസ്റ്റഡിയിലാണ്. 2020 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെയുണ്ടായ കലാപത്തിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. ആ കേസിനെ തുടർന്ന് ഇപ്പോൾ അറസ്റ്റിലായ ഉമർ ഖാലിദ് ഏറെക്കാലമായി കസ്റ്റഡിയിലാണ്. 5 വർഷമായി 2020 നടന്ന ആ ഒരു ഡൽഹി കലാപം നടന്ന 5 വർഷം പിന്നിടുമ്പോൾ ഇന്നിപ്പോൾ പ്രതികളുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ച് ഇന്ന് വിധിയിലേക്ക് എത്തുകയാണ്. ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ്. ഏറെക്കാലമായി ജാമ്യാപേക്ഷകൾ നൽകുന്നു, അത് ലഭിക്കുന്നില്ല. 7ലധികം തവണ ജാമ്യാപേക്ഷകൾ നൽകി അതൊക്കെ തള്ളുന്ന സാഹചര്യമൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയുകയാണ്. എത്തരത്തിലായിരിക്കും ആ വിധി എന്നുള്ളതും കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീലുകൾ ഒക്കെ വന്നിരുന്നത്. ഡൽഹി ഹൈക്കോടതി നാളുകളായി ലഭിക്കുന്ന ജാമ്യാപേക്ഷകൾ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പുറമെ ഇപ്പോൾ അതിനെ മറികടന്ന് ആ അപ്പീൽ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് സുപ്രീം കോടതി ഈ ഒരു സംഭവത്തിൽ 2020 ഡൽഹി കലാപ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള കസ്റ്റഡിയിലുള്ള ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. 5 വർഷത്തിലേറെ പ്രതികൾ കസ്റ്റഡിയിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2020 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെയുണ്ടായ കലാപത്തിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്.